ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. ആൻഡ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു ഗെയിമുമായിട്ടാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ഷോറൂമും കാലൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഷോറൂമിൻ്റെ നെയിമും കാലൊക്കെ ഗിയർ അപ്പ് മോട്ടോഴ്സും കാലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോഗോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ത് ഷോറൂമും കാലൊക്കെയാണെന്ന്. അത് ഗൈസ്, നമ്മൾ ഫൈനലി ഒരു ബൈക്കിന് ഷോറൂമും കാലൊക്കെ നമ്മുടെ സിറ്റിയിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ 2-3 ബൈക്സും കാലൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം. എന്തായാലും നമ്മുടെ ഷോപ്പും കാലൊക്കെ ഓപ്പൺ ചെയ്യാം. ഷോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്ക് കിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ ഷോറൂം കാലം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഷോറൂമാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സിറ്റിയിൽ തന്നെ നമുക്ക് ഷോറൂംസും കാലം കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ഷോറൂമും കാലൊക്കെയാണ് നമ്മുടേത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് ഇവിടെ ഒരു ബൈക്കും കാലൊക്കെയാണ് ഉണ്ടാകും. ഫോഗും കാലൊക്കെയാണ്, ബൈക്കിൻ്റെ നെയിമും കാലൊക്കെ 3K കാലൊക്കെ ഇവിടെ സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കെന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ട്യൂട്ടോറിയലും കാലൊക്കെയാണ് കുറച്ച് നേരം. അപ്പോൾ നമുക്കെന്തായാലും ട്യൂട്ടോറിയലും കാലൊക്കെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ബൈക്കായതുകൊണ്ട് നമുക്ക് കുറച്ച് ഓഫറിലാണ് ഇട്ടിട്ടുള്ളത്, ഡിസ്കൗണ്ടിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മുടെ മാക്സിമം പ്രൈസ് കൊടുക്കാതെ നമുക്ക് കുറച്ചിങ്ങനെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോറൂമും കാലൊക്കെ ഇതാട്ടോ. അപ്പോൾ നമുക്ക് ഷോറൂം ഇതാ, ഇവിടെ നമുക്കൊരു മോട്ടോർ ഓയിൽ ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, ജാക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വരാനുണ്ട് ഫ്യൂച്ചറിൽ. ഓക്കെ, ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫസ്റ്റ് കസ്റ്റമർ ഓക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ 3.16K കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 16 കാലൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ. നമുക്കെന്തായാലും 3K കഴിഞ്ഞാൽ 3.16K നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എങ്കിലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ട്യൂട്ടോർ ആയാലും കാരണം നമുക്ക് എന്തായാലും റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കിത് ഇവിടെ നമ്മുടെ ജാക്കറ്റ്സും കാലൊക്കെ വെക്കാൻ പറ്റും. ജാക്കറ്റ്സ് നമ്മുടെ ഫസ്റ്റ് കച്ചവടം കഴിഞ്ഞ് ശ്രദ്ധിക്കാൻ നമുക്ക് ഫുൾ റേറ്റിൽ ഇടണോ അല്ലെങ്കിൽ വേണ്ട, കുറച്ച് ഡിസ്കൗണ്ടിൽ എടുക്കട്ടെ. ഇത് നമുക്ക് 2 ജാക്കറ്റ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ജാക്കറ്റ് നമുക്ക് ഫുൾ എമൗണ്ടിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി രണ്ടാമത്തെ ജാക്കറ്റും കൂടി സെറ്റാക്കി രണ്ടാമത്തെ ജാക്കറ്റ് നമുക്ക് ഫുൾ എമൗണ്ടിലാണ് ഇട്ടേക്കാം, മാക്സിമം ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം ആകുമ്പോൾ 2. എത്ര വരുന്നത് 2.34K കാലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ മാക്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നൈസ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇതിൻ്റെ റൂഫിനും പാട് ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് അതും പാടെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ കസ്റ്റമേഴ്സും കാലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ലക്ഷറി സ്ലോട്ടും കാലൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ലക്ഷറി ബൈക്സും കാലൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഇവിടെയും കാലം വെക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കാലൊക്കെ ഉണ്ട്, ബൈക്ക് ഓപ്ഷൻ കാറുള്ള സംഭവം. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് ലേലം വിളിച്ചാൽ നമുക്ക് ഈ ഒരു ബൈക്സും കാലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് തോന്നുന്നത് എനിക്ക്, ലക്ഷറി ബൈക്സും കാലൊക്കെ അതായിരിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത് 2.8K കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ട്യൂട്ടോറിയൽ എന്തായാലും കംപ്ലീറ്റ് ആവട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും അതാണ് നമുക്ക് ലക്ഷറി റോഡിൽ വെക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അതല്ലാതെ വേറെ ബൈക്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഗെയിം മുമ്പിലോട്ട് പോകുന്നതോറും എല്ലാം നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ മുകളിൽ ചെറിയൊരു ഏരിയയും കാലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ട്യൂട്ടോറിയൽ ആയ സ്ഥിതിക്കാണ് ഇവിടെ ഒന്നും കാണാത്ത കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഹോമിൽ പോകണം. അപ്പോൾ നമ്മുടെ ഡേ ഫസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ഡേ ഫസ്റ്റ്. അപ്പോൾ ഈ ഒരു ഡേയും കാലിലേക്ക് ഇവിടെ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡേ 2 നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സംഭവം കാലൊക്കെ സെറ്റാക്കുന്നത്. ഒന്ന് ലോൺ എടുക്കാനാണ്. ഓക്കെ, ലോണൊന്നും എനിക്കിപ്പോൾ വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഷോറൂം തുറന്നിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ ലോൺ അടിക്കുകയാണെങ്കിൽ കഴിച്ച് നമ്മൾ മുടിയും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഹോമിൽ പോകാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഡേയും കാലൊക്കെ വൈൻഡപ്പ് ആക്കാം. ഓക്കെ, ഫസ്റ്റ് ഡേയും കാലൊക്കെ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് ഏണിങ്സും കാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ നമ്മുടെ സെക്കൻഡ് ഡേയിലോട്ടും കാലൊക്കെ ജസ്റ്റ് നമുക്ക് കടന്നേക്കാം. അപ്പോൾ ഇനി സെക്കൻഡ് ഡേയിലായിരിക്കും നമ്മുടെ ഷോറൂമിൽ കുറേ സ്ലോട്ടും കാലൊക്കെ അധികം വരുന്നതൊക്കെ. അപ്പോൾ നമുക്കിനി അതൊക്കെ നമുക്ക് സെറ്റാക്കണം. പിന്നെ അതുപോലെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കണം. നമുക്കിനി ബൈക്സും കാലൊക്കെ കുറേ നമുക്ക് കിട്ടാനുണ്ട്, അൺലോക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കാലൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഡേ 2 നമുക്ക് ജസ്റ്റ് എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്പൺ ഡീലർ ഷോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പും കാലൊക്കെ ഓപ്പൺ ചെയ്താലാണ് നമ്മുടെ അന്നത്തെ ഒരു ഡേയും കാലൊക്കെ സ്റ്റാർട്ടാവും എന്നാണ്. പിന്നെ എനിക്ക് മുകളിൽ ടൈം നോക്കി കാണാം. അപ്പോൾ ടൈം ഇപ്പോഴും ഗെയിം അൺലോക്കിട്ട്. ഓക്കെ, ഡേ 5 നമ്മുടെ കാറെന്നാണ് ഇത് പറയുന്നത്, ബൈക്ക് ഓപ്ഷൻ കാലൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും എനിക്ക് മുകളിൽ ടൈം നോക്കിയപ്പോൾ അത് ടൈം മാറുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്താൽ അന്നത്തെ ഡേ സ്റ്റാർട്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോറൂം ഓപ്പൺ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ടൈം മാറുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഷോറൂം എന്തായാലും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് ഏരിയാസൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ലെവൽ ചെറിയൊരു ഏരിയ വരെ നമുക്ക് വരാൻ പറ്റുന്നുള്ളൂ.
ഇനി ഗെയിം മുമ്പിലോട്ട് പോകും തോറും അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കില്ല. അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ എന്തൊക്കെയാണ് ബിൽഡിങ്സും കാര്യങ്ങളും കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഷോപ്പിൽ ഇനി നമുക്ക് ഒരു ജാക്കറ്റും പാടേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഫോഗോ നമുക്കൊന്നുപാട് സെയിലിന് ഇട്ടേക്കാം. നമുക്ക് 3K വാങ്ങിയിട്ട് നമുക്ക് ഇനി ഇപ്രാവശ്യം നമുക്ക് ഫുൾ റേറ്റിന് നമുക്ക് സെറ്റാകാം. ഓക്കെ യാ ഓരോ ഒരു കള്ളം കയറുന്നുണ്ട് റോബേനവൻ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റിപ്പോയി. ഞാനൊരു ബൈക്കിനും പാടി ലൈസൻസ് എടുത്തു പോയി. നമ്മുടെ കയ്യിൽ എനിക്ക് ക്യാഷ് ഇല്ല, ആകെ 1K കാലിലൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇവനാണെങ്കിൽ തടയാനും പറ്റുന്നില്ല. ഇവൻ ആ ജാക്കറ്റ് എടുത്തുകൊണ്ട് പോയാൽ കഴിച്ച് നമുക്ക് പിന്നെ ഇവിടെ പ്രോഫിറ്റും കാലിലൊന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അറിയാതെ കഴിച്ച് നമ്മുടെ രണ്ടാമത്തെ ബൈക്കിനെ എടുത്തു പോയതിൻ്റെ. ഓക്കെ, അവനെന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ജാക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്, റോബ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത്. ഓക്കെ, നമുക്കൊരു എംപ്ലോയിനെ ആക്കാൻ പറയുന്നുണ്ട്, റോബേഴ്സിനൊക്കെ ഇടുന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹയർ ചെയ്യാൻ പറയുന്നുണ്ട്, ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഗാർഡായിട്ട്. ഓക്കെ, അവനെ പുതിയ ജാക്കറ്റ് എടുത്ത് കണ്ട് ഓടി കഴിച്ചു. ഓക്കെ, അവിടെ നിന്ന് എന്തായാലും ഒരു ഗാർഡിനെ നമ്മളെന്തായാലും ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നമുക്ക് പിന്നെ ലോണ് എടുക്കാൻ പറ്റുമോ? ലോൺ സർവീസിനോട്ട് അവൈലബിൾ. ഓക്കെ, ഗുഡ്. ഓക്കെ, നൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ എനിക്ക് തോന്നുന്നു എഞ്ചിൻ ഓയിലും കാലൊക്കെയാണ്. എഞ്ചിൻ ഓയിലും കാരണം നമുക്ക് 1K കിട്ടും. ജാക്കറ്റിനൊക്കെ 1.3K ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജാക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. പിന്നെ അതുപോലെ ഹെൽമെറ്റും 1.3K എന്ന് തോന്നുന്നു, അല്ല 1.2K ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ എഞ്ചിൻ ഓയിൽ നമുക്ക് കിട്ടും. എഞ്ചിൻ ഓയിൽ നമുക്ക് 1K നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കത് കുറച്ചും പാടി റേറ്റിന് നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും എഞ്ചിൻ ഓയിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ ഓയിൽ നമുക്ക് സെയിൽ ചെയ്യണം. ഇനി എഞ്ചിൻ ഓയിൽ സെയിൽ ചെയ്തിട്ട് വേണം കഴിച്ചാൽ നമുക്ക് കുറച്ചും കൂടി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇനി പുതിയ വണ്ടികളും കാലൊക്കെ നമ്മുടെ ഷോറൂമിലോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് എഞ്ചിൻ ഓയിലും കാലൊക്കെ സെയിൽ ചെയ്തിട്ട് കുറച്ച് ക്യാഷും കാലൊക്കെ ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ആക്കും. ഞാനവിടെ ക്യാഷ് സെറ്റ് ചെയ്താണ്ട് ഇരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇവിടെ പുതിയൊരു സംഭവം നമ്മുടെ വർക്ക്ഷോപ്പും കാലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് യൂസ്ഡ് ബൈക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. യൂസ്ഡ് ബൈക്ക് വാങ്ങിച്ചിട്ട് അത് നമുക്ക് കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഷോറൂമിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് വാട്ടർ വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വാട്ടർ വാഷ് ചെയ്യണം. വാട്ടർ വാഷ് അല്ല, വൈറ്റ് വാഷ് ചെയ്യണം. വൈറ്റ് വാഷ് ചെയ്യണം. ഓക്കെ, വൈറ്റ് വാഷ് ചെയ്തിട്ട് കഴിച്ച് നമുക്ക് ജസ്റ്റ് ഇതിന് പെയിൻറ്റ്. ഓക്കെ, ഫ്രണ്ട് വശത്ത് അടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി പെയിൻറ്റും കാലൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പെയിൻറ്റ് അടിക്കാം ഇതിന് മുകളിലൂടെ. നമുക്ക് എന്തായാലും ഒരു ഏത് കളറാണ് കൊടുക്കുക? നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു കളറും പാടി കൊടുത്തേക്കാം. അപ്പോൾ അതും പാടി കൊടുത്ത് നമുക്ക് 2 കളറ് ബാക്കിലൊരു കളർ തന്നെ ഇരിക്കട്ടെ അല്ലേ, ആ ഒരു വൈറ്റ് തന്നെ ഇരിക്കട്ടെ, ഒരു വൈറ്റ് കളറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രണ്ട് ഭാഗത്ത് നമ്മളിത് ഈ ഒരു ലൈറ്റ് ബ്ലൂ പോലത്തെ ഒരു കളർ, ലൈറ്റ് ഗ്രീൻ എന്ന് പറയും. ഓക്കെ, ആ ഒരു കളർ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി നമ്മുടെ ഷോറൂമിൽ നമുക്ക് സെയിലിന് ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ ഷോറൂം ഓപ്പൺ ചെയ്തേക്കാം. ക്ലോസിലാണ് കിടക്കുന്നത്. നമുക്ക് ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഷോറൂം ഓപ്പൺ ചെയ്ത് അപ്പോൾ നമുക്ക് ഇനി ഇത് നമുക്ക് സെയിലിന് ഇടാൻ പറ്റും ഇവിടെ. അപ്പോൾ നമുക്ക് 1K അപ്പോൾ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമുക്കൊരു 1.5K നമുക്കിത് സെയിൽ ചെയ്യാൻ കിട്ടും. ഓക്കെ, 1.5K നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഇവിടുന്ന് സെയിലായി പോകണം. പിന്നെ സെയിലായാലും നമുക്കിനി അടുത്ത് എന്തെങ്കിലും നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് സെയിൽ ചെയ്ത് കുറച്ച് ക്യാഷ് എന്തായാലും സെറ്റ് ആക്കി. അതൊക്കെ സെറ്റാക്കിയാൽ നമുക്ക് എന്തായാലും പുതിയൊരു വെഹിക്കിൾസും കാലൊക്കെ നമ്മുടെ ഷോറൂമിൽ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ അടിപൊളി വെഹിക്കിൾസും കാലൊക്കെ ഇറക്കുമ്പോഴാണ് നമുക്ക് കസ്റ്റമേഴ്സിന് നമ്മുടെ ഷോപ്പും കാലൊക്കെ അറിയപ്പെടുന്നത്. നമ്മുടെ ഷോപ്പിൽ നല്ല രീതിയിലുള്ള കച്ചവടം കാലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് കുറച്ചധികം ക്യാഷ് സെറ്റാക്കിയിട്ട് ഇനി നിങ്ങൾ അപ്ഡേറ്റ് ആക്കാം. അപ്പോൾ ഈ ഫൈനലി നമ്മൾ 2.9K വരെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബോറടിച്ചപ്പോൾ 2 വണ്ടിയും പാടെ നമ്മൾ എടുത്തുകൊണ്ട് അത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ടിയും കാലൊക്കെ ഇതാട്ടോ. ഈ ഒരു വണ്ടി നമ്മുടെ ചേതക്കും കാലൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടീനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്തപ്പോൾ ഈ ഒരു വണ്ടിയായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാണിച്ചു തരാം. ഓക്കെ, ഇതും പാടി ഫുൾ റേറ്റിന് ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാകുമ്പോൾ നമ്മുടെ ഒരു ഈഗിളിൻ്റെ കൂളിങ് കാലൊക്കെയാണ് അടിച്ചിട്ടുള്ളത്. ഈഗിളും കാരണം ഈഗിളുടെ ഫേസും കാലൊക്കെ മുമ്പിൽ വരുന്ന രീതിയിൽ. ഓക്കെ, നൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ വെച്ച ടൈമിൽ തന്നെ അത് സെല്ലൗട്ടായി പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ ബാലൻസ് ഇപ്പോൾ 2.9K ആണ്. അപ്പോൾ ഇനി ഇതും പാടെ നമുക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3K കിട്ടും. അപ്പോൾ 3K കിട്ടിയാൽ നമ്മുടെ ഫോഗ് നമുക്ക് ഒന്നുപാടെ നമുക്ക് സെയിലിനിടാൻ പറ്റും. അത് സെയിലിട്ടാണ്ട് നമുക്ക് കുറച്ചും പാടെ നമുക്ക് ക്യാഷും കാലൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാനെന്തായാലും അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. പിന്നെ ബൈ നമുക്ക് എന്തായാലും ഡേ 5 കാലൊക്കെ സെറ്റാക്കണം. 5ലാണ് നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ ഓപ്ഷനും കാലൊക്കെ നമുക്ക് അവിടെ
തുറക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബൈക്ക് ഓപ്ഷനിലും കാലൊക്കെ നമുക്ക് പങ്കെടുത്താണ് നമുക്ക് ലേലം വിളിച്ചാൽ നമുക്ക് ബൈക്കും കാലൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അതിലോട്ടും കാലൊക്കെ നമുക്ക് പോകണം. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഈ ഒരു ഡേ 3 ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേ 3യും പിന്നെ ഡേ 4 ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഡേ 5ലോട്ട് കാലം കടക്കാം. അപ്പോൾ അതിന് നമുക്ക് ഇനി എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഡേ 5 എത്തിയാണ് ഇനി നിങ്ങളെ അപ്ഡേറ്റ് ആക്കാം. അപ്പോൾ ഈ ഫൈനലി ഡേ 5ഉം കാലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഷോറൂം ഓപ്പൺ ആണ്. ഷോറൂം ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഡേയും കാലൊക്കെ ഇവിടെ സ്റ്റാർട്ട് ആയിക്കോളും. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഓപ്ഷൻ ഏരിയ കാലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് അങ്ങോട്ട് പോകണം. ഓക്കെ, എന്തോ വേറെ എന്തോ സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വന്ന് ഇവിടെ പാർട്ടിക്കിൾസ് കാണുന്നുണ്ട് ഗ്രീൻ, അതിലോട്ട് കയറിയ എൻട്രി ഫീ ഉണ്ട് ഗൈസ്. ഓക്കെ, എൻട്രി ഫീ 5K കാലൊക്കെയാണ്. എന്തായാലും ഗൈസ് നമുക്ക് ഇനി കയറാൻ പറ്റില്ല. ഓരോ എൻ്റെ കയ്യിൽ ക്യാഷില്ല, എൻ്റെ കയ്യിലാകെ 1K കാലൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നതല്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും ഇനി നമ്മുടെ ഷോപ്പിൽ തന്നെ ഇരുന്ന് കുറച്ചും പാടി ഒന്ന് ഇത് ചെയ്യട്ടെ. കുറച്ചും പാടി നമ്മുടെ വെഹിക്കിൾസ് എൻ്റെ ഇൻവെൻട്രിയിലേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ 2-3 വണ്ടി ഞാൻ ജസ്റ്റ് ബോറടിച്ചപ്പോൾ 2 ഡേയ്സ് ഉണ്ടല്ലോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റ് ബോറടിച്ചപ്പോൾ 2 കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ സെല് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ചധികം ക്യാഷും കാലൊക്കെ സെറ്റാക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡ് അപ്പ് ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഇവിടെ ഇരുന്ന് കുറച്ചും കൂടി വർക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ ലെങ്ത്തായി പോകും. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ആക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചും പാടി ക്യാഷും കാലൊക്കെ നമുക്ക് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡ് കാലൊക്കെ ആകുമ്പോൾ ഞാൻ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് ഉണ്ടാകും അടിപൊളി വണ്ടിയും കാലൊക്കെ സെറ്റാക്കാം. ഓക്കെ, മറ്റേ റോബർ ഓടി പോകുന്നുണ്ട് നമ്മുടെ സെക്യൂരിറ്റിക്കാരനെ കണ്ടപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും കാലൊക്കെ ഇത്രയാലും. അപ്പോൾ അടുത്തൊരു നല്ല എപ്പിസോഡുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.